ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഏതറിൻ്റെ വൈറ്റിലയിലുള്ള എക്സ്പീരിയൻസ് സെൻറ്ററിലാണ്. എൻ്റെ വണ്ടിയിലൊരു ചെറിയ കംപ്ലയിൻറ്റ് ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു പുതിയ ചാർജർ കാണുന്നത്. സോ ഈ ഒരു ചാർജർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ പുതിയതായിട്ട് വണ്ടി എടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന 750 വാട്ട് ചാർജറാണിത്. നമുക്ക് ഏതറിനെ ബേസിക്കലി 2 ചാർജറാണുള്ളത്. 750 വാട്ടും അതുപോലെ തന്നെ 350 വാട്ടായിട്ടുള്ള കുറേ കൂടെ സ്ലോ ആയിട്ടുള്ളൊരു ചാർജർ. സോ ഇത് ബേസിക്കലി നമ്മുടെ വണ്ടീനെ ഒരു 5.5 മണിക്കൂറൊക്കെ കൊണ്ട് ചാർജ് ചെയ്യുന്ന 750 വാട്ട് ചാർജറാണ്. പഴയ ചാർജർ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാർജർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിലാണ്. നമുക്ക് ഈ ചാർജർ ഹാൻഡിലിൽ പിടിച്ച് കൊണ്ടു നടക്കാം സുഖമായിട്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാപ്പാണ്. കണ്ടോ, നമ്മുടെ വണ്ടിയുടെ ചാർജറിൻ്റെ കേബിള് നമുക്കിതുപോലെ ചാർജറിന് ചുറ്റും വെച്ചിട്ട് ഈ ഒരു സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഒതുക്കി വെച്ച് കൊണ്ടു നടക്കാൻ സാധിക്കും. സോ ഓവറോൾ ലുക്ക് ആൻഡ് ഫീല് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ലുക്ക് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേ ഗ്രേ കളറൊക്കെ തന്നെയാണ്. കുറച്ച് ബ്ലാക്ക് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ലുക്കാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീല് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. കുറച്ചുകൂടെ ബെറ്റർ ലുക്കിങ്ങുമാണ്. മെയിനായിട്ട് ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഹാൻഡിൽ കാണാം. മറ്റേ ചാർജറിൽ പോലെ തന്നെ മേളിൽ എയർ വെൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഫാൻ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ LED ഇൻഡിക്കേറ്റർ കാണാം. ചാർജിങ് ടൈമിൽ ഇത് ഗ്രീൻ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാത്തപ്പോൾ റെഡ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉള്ളപ്പോൾ ആംബർ കളറാണ് കാണുക. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് എയർ വെൻറ്റ് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേബിള് ചുറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഏതറിൻ്റെ ഗണ്ണ് ഇതിൻ്റെ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്ലഗ് 6 ആംപിയറിൻ്റെ നോർമൽ പ്ലഗ്ഗാണ് നമുക്കിതിൻ്റെ കൂടെ വരുന്നത്. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ബുഷും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ പഴയ ചാർജറിൽ ബുഷ് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 മെറ്റൽ പീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 2 മെറ്റൽ റോഡുകൾ. അതായത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് വരാൻ പോകുന്നുണ്ട്. അതിവിടെ എത്തിയിട്ടില്ല. ഈ ഒരു സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാർജർ ഇതുപോലെ മതിലിൽ ഇങ്ങനെ തൂക്കി ഇടാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ ബെറ്ററാണ് ഇൻ ടേംസ് ഓഫ് ലുക്കാണെങ്കിലും, ഇതിൻ്റെ ഒരു യൂസബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ആണെങ്കിലും, ഇതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് ആണെങ്കിലും കുറച്ചുകൂടെ ബെറ്ററാണ്. സോ ഞാൻ പറഞ്ഞത് ഈ ഒരു സ്ട്രാപ്പാണ്. ഈ ഒരു സ്ട്രാപ്പ് നമ്മളിവിടെ നിന്ന് വെടിയിക്കുകയാണ് എങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ വണ്ടിയുടെ ഈ സ്ട്രാപ്പ് ഉണ്ടോ, സ്ട്രാപ്പ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഊരിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇതിനെ ചുറ്റി വെച്ചിട്ട് ആ സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടക്ഡിനായിട്ട് ഇരുന്നോളും. സോ ഓവറോൾ നല്ലൊരു അടിപൊളി ചാർജറാണ് കേട്ടോ ഇപ്പോൾ ഏതർ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വണ്ടി വാങ്ങുന്നവർക്ക്, പുതിയതായിട്ട് വണ്ടി വാങ്ങുന്ന 750 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു ചാർജറാണ് കിട്ടുക. അതല്ല പുതിയതായിട്ട് എന്താ പറയുക, ഈ പ്രോ പാക്ക് ഇല്ലാത്ത വണ്ടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 350 വാട്ടിൻ്റെ ചെറിയ ചാർജറാണ് കിട്ടുക. ഇത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണമെങ്കിൽ ഏകദേശം 20,000 രൂപയാണ് സെപ്പറേറ്റ് വാങ്ങാനായിട്ട്. വണ്ടിയുടെ കൂടെ നമുക്ക് എന്തായാലും ഒരെണ്ണം കിട്ടും. അതല്ല പഴയ ചാർജർ ഉള്ളവരാണ്, നിങ്ങളുടെ ചാർജർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതാണോ കിട്ടുമെന്ന് ചോദിച്ചാൽ അല്ല, പഴയ മോഡലാണ് കിട്ടുക എന്നുള്ളൊരു ഇൻഫർമേഷനാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. സോ എന്തായാലും നല്ലൊരു കാര്യമാണ് ഏതർ ചെയ്തത്. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലഗ് ടോപ്പൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും എന്ന് തോന്നുന്നു. അതൊക്കെ അത്യാവശ്യം ഏതർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ക്രാഫ്റ്ററിയുടെ പ്ലഗൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാർജർ റീപ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇതുവരെ ഇഷ്യൂസൊന്നുമില്ല. ബുഷൊന്നും പോയിട്ടില്ല. അതവരെന്തോ പശയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലഗിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ് ഇൻ ടേംസ് ഓഫ് ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റി. നമുക്കിത് കൊണ്ട് നടക്കാൻ ഈ ഒരു ഹാൻഡിൽ പിടിച്ച് ഇങ്ങനെ തൂക്കിയെടുത്താൽ നമുക്ക് സുഖമായിട്ട് ഈ ചാർജർ കൊണ്ട് നടക്കാം. നല്ലൊരു കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.